ഞാനങ്ങനെ വീടെത്തി. കാസർഗോഡ് എൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നുണ്ട്. എത്തുമ്പോൾ നല്ല ഫുഡൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കിതിപ്പോൾ വന്ന പോലാണ് കേട്ടോ. ബ്രഷ് ചെയ്തിട്ടില്ല, മുഖമൊന്നും കഴുകിയിട്ടില്ല, അങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ എനിക്ക് മെയിൻ ഈ ഫിഷ് കഴിക്കണമെന്നായിരുന്നു. അപ്പോൾ ഫിഷ് കൊണ്ട് ഫിഷ് നിർവാണ, പത്തിരിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉമ്മ ഇഡലിയും തക്കാളി ചട്നിയും ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനത് വീഡിയോ കാട്ടിത്തരാവേ. ഇത് ആക്ച്വലി ഞാൻ ഒരു സെക്ഷൻ ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. എന്നാലും ഒരു ഓർമ്മയ്ക്ക് ഇരുന്നോട്ടെ വിചാരിച്ചു. സോ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വർഷത്തിൽ 1-2 പ്രാവശ്യം മാത്രമേ നാട്ടിൽ പോകാറുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല സ്പെഷ്യലാണ് ആ ടൈം. അപ്പോൾ ഞാൻ രാവിലെ എത്തിയപ്പോൾ തന്നെ എത്തിയിട്ട് ഞാൻ വീടെത്തുമ്പോൾ ഒരു 9 മണിയോ 10, 9 ഒക്കെ ആവും. കറക്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ടൈമിലെത്താം. അപ്പോൾ ഇത് എനിക്ക് വേണ്ടിയിട്ട് നല്ല പത്തിരി ഉണ്ടാക്കുന്നുണ്ട്. ഫിഷ് നിർവാണ് ഒരു ഭാഗത്ത് അവിടെ റെഡി ആവുന്നുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ കാസർഗോഡ് പത്തൽ. പത്തിരി എന്നല്ല, നമ്മൾ പത്തൽ എന്നാണ് പറയുക. ഇതുപോലെ പ്രസ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കും. ഇതിൻ്റെ ടെക്സ്ചർ ഞാൻ പിന്നെ കാട്ടിത്തരാം. ഇതെല്ലാം ഉണ്ട്. ഇത് നല്ല നെയ്മീനാണ്. നല്ല നെയ്മീനിയുടെ മസാലയൊക്കെ പുരട്ടി റെഡിയായി കിടപ്പുണ്ട്. ഓൾറെഡി ഞാൻ അകത്താക്കി കഴിഞ്ഞു. ഒരു പീസ് ഞാൻ ഓൾറെഡി കഴിച്ചു. എടുത്തോ. ഇതാ ഇങ്ങനെ പൊങ്ങി വരും. ഇതാണ് നമ്മുടെ കാസർഗോഡുകാരുടെ പത്തല്. എടുത്തിട്ടാ നേരെ ഹോസ്പിറ്റലിലേക്ക് പോട്ടെ. ഇതാണ് നമ്മുടെ കാസർഗോഡ് ഇഡ്ഡലി. ഇതിപ്പോൾ അതിൽ തന്നെ എടുക്കാമല്ലേ, കുഴപ്പമില്ല. ഇതുപോലത്തെ ഒരു ബൗളിൽ ഒഴിച്ചിട്ടാണ് നമ്മൾ കാസർഗോഡ് ഇഡ്ഡലി ഉണ്ടാക്കുക. അപ്പോൾ ഇത് സ്പൂൺ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഇളകി വരുന്നുണ്ടല്ലേ, ഓൾറെഡി വരും. സ്പൂൺ വെച്ചിട്ടും എടുക്കാം നമുക്ക്. ഇങ്ങനെ ആക്കിയിട്ട് നമ്മളിതിങ്ങനെ ഇളക്കിയെടുക്കും. സ്പൂൺ വെച്ചെടുക്കുകയാണെങ്കിൽ കറക്റ്റ് വരും കേട്ടോ. ഞാൻ കഴിക്കുമ്പോൾ കാണിച്ചു തരാം. ചുടാ പത്തല് പൊന്നോ വരുന്നില്ല. ചുടാ പത്തല് ഒരെണ്ണം എടുക്കാം തൽക്കാലം, ബാക്കി നമുക്ക് പിന്നെ എടുക്കാം. ഇതാണ് പത്തല്. ഇങ്ങനെ ഇതിൻ്റെ ലെയർ ഇങ്ങനെ 2 ലെയറായിട്ടിരിക്കും. പീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും ഇഡ്ഡലി. ഞാനിതെന്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഗൈസ് ഇതാണ് പാത്രം. ഇന്നത്തെ ഹൈലൈറ്റ് ഫിഷ് നിർവാണമായിരുന്നു. ഇതിപ്പോൾ തുറക്കുമ്പോൾ തന്നെ എന്തൊരു മണം അറിയോ. അതിൻ്റെ ആ വാഴയിലയും ഒക്കെ ആ ഒരു തേങ്ങാപ്പാലും നെയ്മീനൊക്കെ ചേർന്ന് നല്ല അടിപൊളി ടേസ്റ്റും നല്ല മണവും ഒക്കെ ആയിരുന്നു. ഞാൻ പത്തലിൻ്റെ കൂടെയാണ് കഴിച്ചത്. എനിക്ക് ഫിഷ് നിർവാണ ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ആ ആഗ്രഹം എനിക്ക് ചെയ്തുണ്ടാക്കി തന്നപ്പോൾ ആ ആഗ്രഹം ഒന്ന് മാറിക്കിട്ടി. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. താങ്ക് യു സോ മച്ച് ഷെഫ് പിള്ള ഫോർ ദ റെസിപ്പി. ആളെ റെസിപ്പിയാണല്ലോ. എനിവേ ഐ എൻജോയ്ഡ് ഇറ്റ്. ഐ റിയലി ലവ്ഡ് ഇറ്റ്. ഡിഫറെൻറ്റ് ടേസ്റ്റ് കേട്ടോ. നന്നായിട്ടുണ്ട്. സൂപ്പർ. ഫിഷോട് കൂടെ എടുത്ത് കഴിക്കാം. ഓക്കെ.